ചട്ടിപ്പറമ്പിലെ ഈ വീട്ടിലാണ് യുവതി പ്രസവിച്ചത്. ചികിത്സ കിട്ടാതെ ഉടൻ മരിച്ചു. തൊട്ടടുത്ത വീട്ടുകാരെ പോലും അറിയിക്കാതെ മൃതദേഹം സിറാജുദ്ദീൻ പെരുമ്പാവൂരിലെത്തിച്ചു. വലിയ ദുരൂഹതയാണ് ഈ കേസിൽ നിലനിൽക്കുന്നത്. ചട്ടിപ്പറമ്പ് ഈസ്റ്റ് കോഡൂരിൽ വാടകയ്ക്ക് താമസിക്കുകയാണ് സിറാജുദ്ദീനും ഭാര്യ അസ്മയും. 1.5 വർഷമായി താമസിക്കുന്നു. കാസർഗോഡ് പള്ളിയിൽ ഉസ്താദാണെന്ന് ഇയാൾ പറഞ്ഞുള്ള അറിവാണ് അയൽവാസികൾക്ക് അറിയുന്ന ഏക കാര്യം. ഹായ്, നമസ്കാരം. അപ്പോൾ ഇന്നത്തെ ന്യൂസ് എല്ലാവരും കണ്ടിട്ടുണ്ടായിരിക്കും. ഒരു യുവതിയെ വീട്ടിൽ പ്രസവിച്ചു എന്ന് നമുക്ക് പറയാൻ പറ്റില്ല, പ്രസവിപ്പിച്ചു എന്ന് മാത്രം നമുക്ക് പറയാൻ പറ്റും. വളരെ ക്രൂരമായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ് നടന്നിരിക്കുന്നത്. ഇപ്പോഴും ആധുനിക കാലത്തുള്ള കുറേ കാര്യങ്ങൾ ഇപ്പോഴും ചെയ്തുകൊണ്ടിരിക്കുന്നത്, മറ്റേ അക്യുപഞ്ചർ പോലുള്ള കുറേ കാര്യങ്ങളാണ് ഇപ്പോഴും ആൾക്കാർ തുടർന്നുകൊണ്ട് പോകുന്നത്. അതിനും ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകാൻ കൂട്ടാക്കാത്ത ഉള്ളൊരു വൃത്തികെട്ടൊരു വിഭാഗം ആൾക്കാർ ഇപ്പോഴും ജീവിച്ചിരിപ്പുണ്ട്. പണ്ടത്തെ കാലം എന്ന് പറഞ്ഞിട്ട് ഇപ്പോഴത്തെ കാലത്ത് ഇതൊക്കെ ചെയ്യാമെന്ന് വിചാരിച്ചാൽ മനുഷ്യരുടെ ജീവിതവും ജീവനുമാണ് പോകുന്നത്. ഇനി അയാൾക്കൊന്നും നഷ്ടപ്പെടാനില്ല, അയാൾക്ക് ഒന്നുമേ നഷ്ടപ്പെടാനില്ല. അയാൾ ഇനി സുഖമായിട്ട് വേറൊരു കല്യാണം കഴിക്കും, സുഖമായിട്ട് ജീവിക്കും. ആളുടെ 5ാമത്തെ പ്രസവമായിരുന്നു. ഇതിൽ 2 പ്രസവം ഹോസ്പിറ്റലിലായിരുന്നു പറയുന്നു, ബാക്കിയുള്ള 3 ഇപ്പോൾ വീട്ടിലാണെന്ന് പറയുന്നു. ഏകദേശം ഒരു കുട്ടി മാത്രമാണ് ഇച്ചിരി വലുതായിട്ടുള്ളത്, 9ാം ക്ലാസ്സിൽ എന്തോ പഠിക്കുന്നത്. ബാക്കിയുള്ള ഇടവേളയില്ലാത്തൊരു പ്രസവമാണ് ഒന്നാമത്തെ കാര്യം. പിന്നെ അത് മാത്രമല്ല, ഈ വീട്ടിൽ തന്നെ പ്രസവിപ്പിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് അയാൾ ഇങ്ങനെ നിർബന്ധം പിടിക്കേണ്ട കാര്യമുണ്ട്. ഇയാളുടെ പേരെന്ന് പറയുന്നത് സിറാജുദ്ദീൻ എന്നാണ്. ഇയാൾക്കൊരു യൂട്യൂബ് ചാനലുണ്ട്, അതിൽ ഏകദേശം 63,000 സബ്സ്ക്രൈബേഴ്സ് ഉണ്ട്. ആള് കുറേ വീഡിയോസിൽ വന്നിരുന്ന അങ്ങോട്ട് പ്രസംഗിക്കുകയാണ് ഈ കൂടോത്രം, ഈ അന്ധവിശ്വാസം. കൂടുതലും ഇയാൾ അന്ധവിശ്വാസത്തിൻ്റെ ആളാണ്. ചുട്ട കോഴിയെ പറപ്പിക്കുക അങ്ങനെയൊക്കെയാണ്. എന്നാൽ ഇയാൾ അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യാത്തന്തേ, ചുട്ട കോഴിയെ പറപ്പിച്ച് നാട്ടുകാർ മുമ്പിൽ കാണിക്കാത്തന്തേ. ഈ സ്ത്രീ 6 മണിക്ക് രക്തസ്രാവം വന്ന് കിടക്കുകയാണ്. 9 മണിയായപ്പോഴാണ് ആൾ മരിച്ചിരിക്കുന്നത്. അത്രയും നേരം വരെ ഇയാൾ അവരായിട്ട് നരകിപ്പിച്ചിരിക്കുകയാണ്. അത് പോരാഞ്ഞിട്ട് കുഞ്ഞിനെ പ്രസവിച്ച ഉടനെ തന്നെ സ്റ്റാറ്റസ് ഇട്ടേക്കാണ്, ഭാര്യ പ്രസവിച്ചു, ആൺകുഞ്ഞാണെന്ന് എന്തോ സ്റ്റാറ്റസ് ഇട്ടേക്കാണ്. എന്തുമാത്രം വിഷം മനസ്സിലുള്ളിൽ വെച്ചിരിക്കുന്ന ആൾക്കാർ. ഇന്നാളും ഒരു അക്യുപഞ്ചർ രീതിയിൽ ഒരാൾ ചെയ്തിട്ടുണ്ടായിരുന്നു. അതെന്തോ ഭാഗ്യം. നമ്മൾ വീട്ടിൽ ചെയ്തിട്ട് ആൾക്കാർ പറയും, നമ്മൾ വീട്ടിൽ ചെയ്താലും ഹോസ്പിറ്റലിൽ ചെയ്താലും, നമ്മൾ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയിട്ട് അവിടെ വെച്ച് മരിക്കുകയാണെങ്കിൽ എന്ത് ചെയ്യുമെന്ന് ചോദിച്ചാൽ അതിനാണെങ്കിൽ ഒരു തെളിവുണ്ട്, എന്തെങ്കിലും കാരണം കാണും. വീട്ടിൽ വെച്ച് മരിച്ച എന്ത് തെളിവുണ്ട്? നമ്മൾ പോവേണ്ട കാര്യത്തിന് ഹോസ്പിറ്റലിൽ തന്നെ പോകണം. ഇന്ന് ആ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയിരുന്നെങ്കിൽ അവരിന്ന് ജീവനോടെ കാണത്തില്ലായിരുന്നു. ഇത്രയും മണിക്കൂർ അവരിട്ട് വേദനിപ്പിച്ചിട്ടുണ്ടായിരുന്നു അയാൾ. 1.5 വർഷത്തോളമായിട്ടുണ്ട് ഈ മലപ്പുറത്തൊന്ന് താമസിക്കാൻ തുടങ്ങിയിട്ട്. അവിടെയുള്ള ആൾക്കാരുടെ സംസാരമില്ല, ഒരു ബന്ധമില്ല, അങ്ങനെയൊന്നുമില്ല. ആകെ അവിടെയുള്ള ആൾക്കാർക്ക് അറിയുന്നുള്ളത് ഇയാൾ കാസർഗോഡ് ഏതോ ഒരു ഉസ്താദ്, ഒരു മതപണ്ഡിതൻ, ഇത് മാത്രമേ അവിടെയുള്ള ആൾക്കാർക്ക് അറിയൂ. അല്ലാണ്ട് ഇയാളെക്കുറിച്ച് ഒരു വിവരവും ഇല്ല. കുട്ടികളുണ്ടെന്ന് പോലും അവിടെയുള്ള ആൾക്കാർക്ക് അറിയില്ല. ആശാ വർക്കർ പ്രഗ്നൻ്റ് ആണെന്ന് അറിഞ്ഞപ്പോഴത്തേക്ക് വന്ന് ചോദിക്കുകയുണ്ടായി. വീട്ടിൽ കയറ്റാനോ അവരോട് കാര്യം ചോദിക്കാൻ പോലും ഈ ഒരു സിറാജുദ്ദീൻ എന്ന് പറയുന്ന ആരും തയ്യാറായിട്ടുണ്ടായിരുന്നില്ല. എന്തായാലും വളരെ വിഷമത്തോടുള്ള ഒരു കാര്യം തന്നെ. ഇപ്പോഴും പണ്ടത്തെ ആധുനിക കാലത്തുള്ള ചിന്തയും വച്ചിരിക്കുന്ന കുറേ ആൾക്കാരെ നമുക്ക് ഇപ്പോഴും കാണാൻ സാധിക്കുന്നുണ്ടല്ലോ എന്നുള്ള ഒരു ഇത് തന്നെയാണ്. എന്തായാലും ഇതിന് തക്കതായിട്ടുള്ള ശിക്ഷ കൊടുക്കണം. കാരണം ഇനിയും ഇങ്ങനത്തെ അന്ധവിശ്വാസങ്ങൾ വെച്ച് മുന്നോട്ട് പോകാൻ വേണ്ടിയിട്ട് മനുഷ്യജീവനും വിലയുള്ളതാണ്. ഇവർക്ക് എന്താ, ഇയാളുടെ 5 പിള്ളേരുടെ അമ്മയാണത്. ഇനി ആ കുട്ടികൾക്ക് ആരുമില്ല. ഇയാൾ വേറെ കല്യാണം കഴിച്ച് സുഖമായിട്ട് ജീവിക്കും. അയാളുടെ സംസാരത്തിൽ ഒരു വിഷമമില്ലാത്ത പോലെയാണ് നമുക്ക് തോന്നുന്നത്. അയാൾ ചിരിച്ചുകൊണ്ടൊക്കെ സംസാരിക്കുന്നത്. വണ്ടിക്ക് വേണ്ടി ഉമ്മ അവിടെ ഇല്ലേ? പ്രസവമൊക്കെ എടുത്ത് ഇവിടെ കഞ്ഞി കുടിച്ച് നോർമലായി അവര് പോയതിനു ശേഷമാണ് ശ്വാസം മുട്ട് വന്നത്. ശ്വാസം മുട്ട് വന്നപ്പോൾ പെട്ടെന്ന് ഞാൻ അവരെ വിളിച്ചു, ഉമ്മ ശ്വാസം മുട്ട് വന്ന് വയ്ക്കണമെന്ന് പറഞ്ഞു. പിന്നെ നോക്കിയപ്പോൾ എടുത്തുള്ളത് ഞാൻ കിടക്കട്ടെ നോക്കി കിടന്നു. പിന്നെ കുഴപ്പമൊന്നുമില്ല. അപ്പൊ ഞാൻ വിചാരിച്ച് അവരെടുത്ത് പറഞ്ഞു പ്രസവം എടുത്തതിന്റെ ക്ഷീണം ഉണ്ടാകും. ഇന്നത്തെ പ്രസവത്തിന് അങ്ങനെ കുറെ മണിക്ക് സമയമൊന്നും പറയുന്നേ കേക്ക്. കിടന്നു, ഞാൻ വിളിക്കാൻ ഞാൻ കിടക്കട്ടെ, എനിക്ക് കുഴപ്പമൊന്നുമില്ല എന്ന് പറഞ്ഞു. അവിടെ കിടന്ന ശേഷം പിന്നെ നോക്കിയപ്പോ അണങ്ങുന്നില്ല. അണങ്ങളിലാന്ന് വന്നപ്പോ ശ്വാസം മുട്ടൊന്നപ്പോഴാണ് ഞാൻ വിളിച്ചത്. ചുട്ട കോഴിയില്ല, ചുടാത്ത കോഴിയില്ല. അയാള് ഭയങ്കരമായിട്ട് ചിരിച്ചെന്തോ ആസ്വദിച്ചാണ് സംസാരിക്കുന്നത്. ഇനി ഇയാളുടെ കയ്യിൽ ആ കുട്ടികൾ സുരക്ഷിതമായിരിക്കും. ഈ ഒരു വ്യക്തിയുടെ കയ്യിൽ ആ കുട്ടികൾക്ക് അമ്മയില്ലാണ്ടാക്കിയില്ലേ. ഇയാൾ അത് പോരാഞ്ഞിട്ട് 9 മണിയായപ്പോഴത്തേക്കും ആംബുലൻസ് വിളിച്ചിരിക്കുകയാണ്. ആംബുലൻസിൽ ഭാര്യയെ കൊണ്ടുപോയപ്പോഴത്തേക്കും ആംബുലൻസ് ഡ്രൈവറോട് പറയുകയാണ് ഭാര്യയ്ക്ക് ശ്വാസം മുട്ടലാണെന്നാണ് ആൾ പറഞ്ഞിരിക്കുന്നത്. എന്തൊക്കെ ദുരൂഹതകൾ ഇതിനകത്തുണ്ട്. ഇയാൾ എന്തുമാത്രം കഷ്ടപ്പെടുത്തിയിട്ടുണ്ടെന്ന് ഇനി പുറമേ വരുന്ന കാര്യങ്ങൾ അറിയാവും. പിന്നെ ഒരു കാര്യം, ഈ വീട്ടിൽ പ്രസവിപ്പിച്ചിട്ട്
ഈ ബർത്ത് സർട്ടിഫിക്കറ്റിന് വേണ്ടിയിട്ട് കുറേ പേര് അലയുന്നുണ്ട്. നമ്മൾ ഹോസ്പിറ്റലിലാണെങ്കിൽ ഹോസ്പിറ്റൽ പ്രസവിച്ചാൽ ഉടനെ തന്നെ നമുക്ക് ബർത്ത് സർട്ടിഫിക്കറ്റ് കിട്ടുന്നതായിരിക്കും. ഇതിലാണ് വീട്ടിൽ പ്രസവിച്ച പിന്നെ അതിൻ്റെ ആ കാര്യം ഒന്നുകിൽ ആശാ വർക്കർ അറിയിക്കുക, അതിൻ്റെതായിട്ടുള്ള മരുന്നുകൾ കഴിക്കുക. ഇത് അങ്ങനെയൊന്നുമില്ല. ഇവർക്ക് എന്ത് പരിഗണനയാണ് വീട്ടിൽ കൊടുത്തിട്ടുള്ളത് മനസ്സിലാക്കുന്ന. ആ ഒരു പ്രസവ ശേഷം അവർക്ക് എന്താണ് പരിഗണന കൊടുത്തിട്ടുള്ളത്, അവർക്കുള്ള കാര്യങ്ങളൊക്കെ നടന്നിട്ടുണ്ടോ, ഇതൊക്കെ അറിയേണ്ട കാര്യങ്ങൾ. കാരണം ഇയാൾ പ്രസംഗിച്ചുകൊണ്ട് നടക്കും, ഇയാൾ യൂട്യൂബ് എടുക്കും, ഇയാളുടെ കാര്യങ്ങൾ മറ്റേ കുറേ അന്ധവിശ്വാസങ്ങളും മറ്റുള്ള ആൾക്കാരിലോട്ട് പകർത്തും. ഉള്ള നല്ല മതപണ്ഡിതന്മാരെ കൂടി ഇല്ലാണ്ടാക്കുന്ന, അവരുടെ ജീവിതം കൂടി ഇല്ലാണ്ടാക്കുന്ന, അവരെ കൂടി വെറുപ്പിക്കുന്ന കാര്യങ്ങളാണ് ഇയാൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇയാൾക്ക് തക്കതായിട്ടുള്ള ശിക്ഷ കൊടുക്കുക തന്നെ വേണം. നാട്ടുകാർ തന്നെ ഇവനെയൊക്കെ കൈകാര്യം ചെയ്യുക, പോലീസിനൊന്നും വിട്ടുകൊടുക്കാണ്ട്. ആ ഒരു സ്ത്രീ എന്തുമാത്രം വേദനിച്ച് വിഷമിച്ചിട്ടായിരിക്കും മരിച്ചിട്ടുണ്ടായിരിക്കുക. ഒരു റെസ്റ്റ് ഇല്ലാത്ത ഒരു ജോലി, ഈ പ്രസവം, ഇതൊക്കെ നിസ്സാരമെന്ന് വിചാരിച്ചിരിക്കുന്ന. ഇവിടെ ഒരു പ്രസവം കഴിയുമ്പോഴേ ഇപ്പം നിൽക്കാൻ പറ്റില്ല. പണ്ടത്തെ അമ്മമാരൊക്കെ മറ്റേ വയറ്റാട്ടികളൊക്കെ വീട്ടിൽ വന്ന് പ്രസവം എടുക്കുന്നെന്ന് പറഞ്ഞിട്ട് ഇപ്പം അതുപോലെ എടുക്കുന്ന അവിടെ ഇരിക്കാനേ പറ്റത്തുള്ളൂ. അത് സ്വന്തം ഭാര്യയുടെ ജീവിതത്തിനും ജീവനും ആപത്താണെന്ന് മാത്രം മനസ്സിലാക്കിയാൽ മതി. ഇവനെയൊക്കെ അറസ്റ്റ് ചെയ്യുക, ഇന്ന് പുറം ലോകം കാണിക്കരുത്. സൗദിയിലൊക്കെ ആണെങ്കിൽ ഈ ഒരു കുറ്റത്തിന് തന്നെ അവൻ്റെയൊക്കെ തല വെട്ടിക്കളയും. അവൻ എന്തിനാണ് ചെയ്യണമെന്ന് വെച്ചാൽ അവനെയൊക്കെ വെട്ടിക്കളയും. പഠിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞിട്ടാണ് ഹോസ്പിറ്റലിൽ പോകാൻ ഒരു വിധത്തിൽ തയ്യാറാകാത്തത്. അതിനുശേഷം ഇയാൾ അങ്ങോട്ട് വിടുന്നില്ല, ഹോസ്പിറ്റലിലോട്ടേ പോകുന്നില്ല. ഇയാൾ എന്ത് ആളാണ് സത്യം പറയാൻ മനസ്സിലാവുന്നില്ല. ഇയാൾക്ക് എന്ത് ജീവികളാണ് ഇന്ന്? മനുഷ്യഗണത്തിൽ പെടുന്ന ആൾക്കാരല്ല, മനുഷ്യരെ കൂടി ഇല്ലാണ്ടാക്കുന്ന ആൾക്കാരാണ് ഇതൊക്കെ. ഇപ്പം അയാൾ പഠിച്ച മതത്തിൽ ഇങ്ങനെയുണ്ട്, അവർ ഹോസ്പിറ്റലിൽ പോകാൻ പാടില്ല. സ്ത്രീകളുടെ ശരീരം ഒരു ഡോക്ടർമാരെ പോലും കാണിക്കാൻ തയ്യാറാകാത്ത ആൾക്കാരാണ് മിക്കതും ഉള്ളത്. പക്ഷേ എന്നാൽ അവർക്ക് അവരുടെ കാര്യങ്ങളും നടക്കണം, എന്നാൽ ഡോക്ടറിനെ കാണാനും പാടില്ല എന്നുള്ള രീതിയിലാണ് ചില ആൾക്കാർ, നല്ല ആൾക്കാരെ കൂടെ ബാധിക്കുന്ന കാര്യമുണ്ട്. സത്യം പറഞ്ഞാൽ ചില ആൾക്കാർ ഇതുപോലെ അന്ധവിശ്വാസം, സിദ്ധമന്ത്രവാദം എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ കാര്യങ്ങളൊക്കെ ഇല്ല, അതെല്ലാം തലമണ്ടയ്ക്ക് പിടിച്ചിട്ട് എന്ത് ചെയ്യണമെന്ന് അറിയാത്തൊരു രീതിയിലാണ് ഇപ്പോൾ സഞ്ചാരമൊക്കെ. ഇത് തന്നെയാണ് അയാളുടെ ജീവിതത്തിൽ സംഭവിക്കുന്നത്. ആ കുട്ടികൾക്ക് ഇനി ആ പിഞ്ച് കുഞ്ഞ്, ഇനി ഒന്നും അറിയാത്ത ആ കുഞ്ഞ്, ജനിച്ച് വീണ കുഞ്ഞ്, അതിനും ഇല്ല. ഇപ്പോൾ ടോട്ടലി 5 മക്കൾക്ക് അമ്മ ഇല്ലാണ്ടായിരിക്കുകയാണ്. എന്തൊരു മനുഷ്യനാണ്.